പറയുന്നതിനൊരു അടിസ്ഥാനം വേണ്ട അത് വെറുതെ അതും ഇതും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഞാൻ ഇലക്ഷൻ കമ്മീഷനെ ന്യായീകരിക്കാൻ വന്നതല്ല, ഞാൻ BJP ന്യായീകരിക്കാൻ വന്നതാണ്. എങ്കിലും ഞാൻ പറയുന്നതിനൊക്കെ ഒരു അടിസ്ഥാനം വേണ്ട. നമ്മൾ ഈ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ള ആരോപണങ്ങളിലേക്ക് എത്രയോ ചർച്ച ചെയ്തു. ഞാൻ ഇന്ന് അദ്ദേഹം പറഞ്ഞ വിഷയങ്ങളിലേക്ക് മാത്രം വരാം. ഇന്നിതാ അദ്ദേഹം പറയുകയാണ് ബാബിറാജ് ചൗധരി, എസ് കാശിനാഥ്, അശോക് മാണിക് ഈ 3 പേരെ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കി. ഇന്ന് നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ഈ നിമിഷം അദ്ദേഹം പറഞ്ഞത് കള്ളമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ആ 3 പേര് ലിസ്റ്റിലുണ്ട്. പിന്നെ ഒരു 12 പേരുടെ ഒരു ഫോട്ടോ സഹിതം കുറച്ച് ആൾക്കാരുടെ പേരുമായിട്ട് വന്നു. ആ ലിസ്റ്റിലുള്ളത് കർണാടകത്തിലെ റോഹിംഗ്യൻ അഭയാർത്ഥികളൊക്കെയാണെന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു റോഹിംഗ്യൻ അഭയാർത്ഥികളായിട്ടുള്ള ആളുകളെയൊക്കെ വോട്ടർ ലിസ്റ്റിൽ കയറ്റണമെന്ന് രാഹുൽ ഗാന്ധി രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ ആ പ്രതിപക്ഷ നേതാവിനെ നമ്മൾ എന്താണ് വിളിക്കേണ്ടത്? ആ പ്രതിപക്ഷ നേതാവിൻ്റെ ഉദ്ദേശശുദ്ധി നമുക്ക് അങ്ങനെ ചോദ്യം ചെയ്യാതിരിക്കാൻ വേണ്ടി പറ്റുക? ആ ഉദ്ദേശശുദ്ധി ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യുമെന്നേ. കോൺഗ്രസ് പാർട്ടിക്കും രാഹുൽ ഗാന്ധിക്കും ബംഗ്ലാദേശികളെയും റോഹിംഗ്യൻ അഭയാർത്ഥികളെയും ഒക്കെ ഈ വോട്ടർ ലിസ്റ്റിൽ ചേർക്കണമെന്ന്. അങ്ങനെ വരുമ്പോഴാണ് ഞങ്ങളതിനെ ചോദ്യം ചെയ്യുന്നത്, അങ്ങനെ വരുമ്പോഴാണ് ഞങ്ങളതിനെ എതിർക്കുന്നത്. അത്തരത്തിലുള്ളൊരു നടപടിയൊന്നും പറ്റില്ല എന്ന്. ഇവിടെ വളരെ സിമ്പിളാണ്. ഞാൻ വീണ്ടും പറഞ്ഞല്ലോ, ഞങ്ങൾ എന്താണ് ചെയ്തത്? ഇവിടെ ഒരു തെരഞ്ഞെടുപ്പിന് ഒരു പരാതി വന്നപ്പോൾ ഞങ്ങൾ എന്താണ് ചെയ്തത്? ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനെ നേരിട്ട് പോയി പരാതി കൊടുത്തുവെന്ന്. അതെന്താ ചെയ്യാൻ വേണ്ടി പറയുന്നത്? അടിസ്ഥാനപരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ലേ അത്? അവിടെ നിന്ന് ഞങ്ങൾക്ക് ഒരു നീതി കിട്ടാതെ ഞങ്ങൾ എന്ത് ചെയ്തു? ഹൈക്കോടതിയിൽ പോയി. കോൺഗ്രസിന് വോട്ടേഴ്സ് ലിസ്റ്റ് അട്ടിമറിക്കണമെങ്കിൽ കോൺഗ്രസ് വോട്ടേഴ്സ് ലിസ്റ്റ് ശുദ്ധീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണോ ചെയ്യുക? അങ്ങനെ ഇലക്ഷൻ കമ്മീഷനെ പ്രകോപിപ്പിച്ച് ഇത് മുഴുവൻ പരിശോധനയ്ക്ക് വിധേയമാക്കിയതിനു ശേഷം അങ്ങനെ ഒരു ലക്ഷ്യം നടപ്പിലാക്കാൻ കഴിയുമോ? ഇപ്പൊ അങ്ങ് പറയുന്നു BJP ന്യായീകരിക്കാനാണ് ഞാൻ വന്നതെന്ന്. ഇതിൽ BJP-യിലുള്ള ഇലക്ഷൻ കമ്മീഷനല്ലേ ഇത്രയും നേരം എല്ലാ വിമർശനങ്ങളിലും ചൂണ്ടിക്കാണിക്കപ്പെട്ടത്? എന്തുകൊണ്ടാണ് അങ്ങേക്ക് BJP ന്യായീകരിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നത്? മാധു, അല്ലല്ല ന്യായീകരിക്കുന്ന ഉദ്ദേശം BJP-ക്ക് വേണ്ടി പറയാൻ വന്നുള്ളതാണ്. ആ വാക്കിൽ കടിച്ചു തൂങ്ങേണ്ടത് നിങ്ങൾ. ഞാൻ പറഞ്ഞത് BJP-ക്ക് വേണ്ടി പറയാൻ വന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത് രാഹുൽ ഗാന്ധി ഇന്ന് തന്നെ അതായത് പറയുന്ന കാര്യങ്ങൾക്ക് ഒരു കണക്ഷൻ വേണ്ടേ, ഒരു യുക്തി വേണ്ടേ? ഇന്ന് നോക്കൂ, കർണാടകത്തിലെ ഈ 2023 ഈ വിഷയം നടക്കുമ്പോൾ അന്ന് അവിടെ ഭരിക്കുന്നതാരാണ്? അന്ന് BJP ആണ് ഭരിക്കുന്നത്. അന്ന് കേസ് എടുത്തിട്ടുള്ള ആരാണ്? അന്ന് CID എവിടെയാണ്? അന്ന് പോലീസ് സംവിധാനങ്ങൾ എവിടെയാണ്? അന്ന് ഞങ്ങളാണ് അവിടെ പരാതി എടുത്തിട്ടുള്ളത്. ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തിക്കുന്നത് സംസ്ഥാന സർക്കാരുകൾക്ക് കീഴിലാണോ? അങ്ങനെയാണെങ്കിൽ രാജ്യം ഭരിക്കുന്നത് ആരെ എന്ന ചോദ്യം BJP-ക്ക് ഇല്ലേ? ആയിക്കോട്ടെ മാധു, ഞാൻ പറഞ്ഞു വന്നത് എന്താണ്? ഇത് എല്ലാ കാര്യങ്ങളും പറയണ്ടേ? എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വരണ്ടേ? ഞാൻ പറഞ്ഞ ഇപ്പൊ വന്ന റിപ്പോർട്ട് അനുസരിച്ചിട്ട് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫ്രോഡ് നടന്നിട്ടില്ല എന്ന് കർണാടക CID റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു എന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഒന്ന് ന്യൂസ് ഇപ്പൊ വരുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾ കർണാടക ഭരിക്കുന്നത് ഞങ്ങളാണോ? അതായത് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തില് അത്തരത്തിൽ ഈ ആരോപണത്തിനനുസൃതമായിട്ടുള്ള ഒരു പ്രശ്നം അവിടെ നടന്നിട്ടില്ല എന്ന് ഇപ്പോഴത്തെ വാർത്ത വന്നുകൊണ്ടിരിക്കലാണ്. അവിടെ ഞങ്ങളാണ് ഭരിക്കുന്നത്. ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ടുള്ള കുറെ മനസ്സിലാവുന്നില്ല ശ്യാമത്. അതായത് ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് വരുന്ന ന്യായീകരണം സംസ്ഥാന സർക്കാരിന്റെ രാഷ്ട്രീയം അനുസരിച്ചാണോ? അങ്ങനെയാണോ? നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അങ്ങനെയാണോ ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തിക്കുക? നിങ്ങളുടെ രാഷ്ട്രീയത്തിന് കെട്ടുപെട്ടാണോ? പിന്നെ നിങ്ങൾ എങ്ങനെയാണ് കോൺഗ്രസിനെതിരെ ആരോപണം ഉന്നയിക്കുക? മാധു, ഇവിടെ അടിസ്ഥാന പ്രശ്നം അതല്ല എന്ന് ഞാൻ പറയുന്നതിൽ സത്യസന്ധത ഉണ്ടാവണ്ടേ എന്നുള്ള എന്റെ പ്രശ്നം. പറയുന്നതിൽ സത്യസന്ധതയും യുക്തിയും ഉണ്ടാവണ്ടേ? ആ യുക്തിയില്ലല്ലോ. പറഞ്ഞ കാര്യങ്ങളെ ഇന്ന് ഇലക്ഷൻ കമ്മീഷൻ തന്നെ സ്ഥിരീകരിക്കല്ലേ? വോട്ടേഴ്സ് ലിസ്റ്റ് അട്ടിമറിക്കാൻ ഇവിടെ സംഘടിതമായ ശ്രമം ഉണ്ടായിരിക്കുന്നു എന്ന് ഇലക്ഷൻ കമ്മീഷൻ തന്നെ സ്ഥിരീകരിച്ചില്ലേ? എന്നിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഇക്കാലം അത്രയും അത് അന്വേഷിച്ചു, അതിലെന്തെങ്കിലും നടപടിയെടുത്തു? എത്ര സമയം വേണം ഇലക്ഷൻ കമ്മീഷൻ എന്നാണല്ലേ ഞാൻ ചോദിച്ചത് ശ്യാമിനോട്. എത്ര സമയം വേണം? അങ്ങനെയെങ്കിൽ ശരി, ഓക്കെ, ശരി. ചോദ്യം മനസ്സിലായി മാധു, ചോദ്യം മനസ്സിലായി. എന്റെ മറു ചോദ്യം, നിങ്ങൾക്ക് മറുചോദ്യങ്ങളേ ഉള്ളൂ. രാഹുൽ ഗാന്ധി ഇതിനുത്തരം പറയണമെന്ന് ഇതിന് വെറുതെ വിട്ടു പോലെ. അങ്ങനെയെങ്കിൽ SIR-നെ കോൺഗ്രസ് പാർട്ടി അംഗീകരിക്കുന്നുണ്ടോ? ഈ നാട്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇരട്ട വോട്ടുകളുണ്ട്. അതാണ് പ്രശ്നം. അതിന് അടുത്ത ന്യായീകരണമായിട്ട് വരും. ഇവിടെ പ്രശ്നം അവിടെയാണെന്ന്. ഇവിടെ പ്രശ്നം എന്ത് വന്നാലും ഈ നാട്ടിൽ എന്ത് നടന്നാലും അടിസ്ഥാനപരമായ പിശകുള്ള കാര്യങ്ങളാണ്, താരതമ്യങ്ങളുമാണ് ശ്യാം ഉന്നയിക്കുന്നത്. ഇല്ല, എത്ര സമയം വേണമെന്ന ഒറ്റ കാര്യമാണ് ഞാൻ ശ്യാമിനോട് ചോദിച്ചത്. ഇലക്ഷൻ കമ്മീഷന് മുന്നിൽ ഇങ്ങനെ ഒരു പരാതി വന്നിട്ട്, ഇലക്ഷൻ കമ്മീഷന് മുന്നിൽ ഇങ്ങനെ ഒരു വിവരം വന്നിട്ട്, ഇങ്ങനെ ഒരു അട്ടിമറി ശ്രമം രാജ്യത്തിന്റെ ജനാധിപത്യത്തിന് നേരെ ഉണ്ടായി എന്നറിഞ്ഞിട്ട്, അതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും കയ്യിലുണ്ടായിട്ട്, ആരിലേക്ക് എന്ന് കൃത്യമായി എത്താൻ കഴിയുന്ന ലൂപ്പ് ഹോൾസ് ഉണ്ടായിട്ട് എന്ത് ചെയ്തു എന്ന് ജനങ്ങളോട് പറയാൻ കഴിയുന്ന സാഹചര്യമുണ്ടോ? ഞങ്ങൾ ഇത്ര ആളുകളെ കണ്ടെത്തി എന്ന് പറയാൻ കഴിയുന്നുണ്ടോ?
മാധവ് ഒറ്റ ഇപ്പൊ പറഞ്ഞ വിഷയം ഇതാണ് ഞാൻ പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. നിങ്ങൾ പറയാം, ഞാൻ നിങ്ങളുടെ എല്ലാ ചോദ്യത്തിനും ഉത്തരം തരാം. നോക്കൂ, ഇതാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞ എന്താണ്, സർക്കാരിനെ പ്രഷർ ചെയ്യണം. അതിനാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് ഇവിടെ ഇലക്ഷൻ വോട്ടർ ലിസ്റ്റിൽ മുഴുവൻ പ്രശ്നമാണ്, മാൽ പ്രാക്ടീസ് കൊണ്ടിരിക്കുന്നു എന്ന് പറയുകയും മറുവശത്ത് SIR ഒപ്പോസ് ചെയ്യുകയും ചെയ്യും, അതിനെ എതിർക്കുകയും ചെയ്യും. ഇനി SIR അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ന്യായീകരിച്ചുകൊണ്ട് വരും. ഇവർക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ തെറ്റുണ്ടെങ്കിൽ അതിനെ ശുദ്ധീകരിക്കാനും മറ്റൊരു വിഷയമാണ്. നിങ്ങൾ ഇത് ആരെയാണ് ഈ കൺഫ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നത്? പൊതുജനങ്ങൾക്കൊക്കെ മിനിമം വിവരമുണ്ട്. അവിടെയാണ് പ്രശ്നം. അവിടെയല്ല പ്രശ്നം, അവിടെയാണ് പ്രശ്നം എന്ന് പറയാനുള്ള നിങ്ങളുടെ താല്പര്യമാണ് പ്രശ്നം. അവിടെയല്ല പ്രശ്നം. ഇത് രണ്ടും രണ്ടാണ്. രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾ SIR-മായി ബന്ധപ്പെട്ടുള്ളതാണോ? ആണോ? അല്ല, അതിന്റെ പരിഹാരമാണ് ഞാൻ പറഞ്ഞതെന്ന്. പരിഹാരം വേണ്ടേ? ശരി, അങ്ങനെയാണ് എങ്കിൽ ഈ അട്ടിമറി ശ്രമം കയ്യിൽ വന്ന് ശരിയെന്നേ ഞാൻ സമ്മതിച്ചു. അല്ല, ഞാൻ സമ്മതിച്ചു ശ്യാമേ, ഞാൻ സമ്മതിച്ചു. അതിന്റെ പേരിലാണ് ഈ തീവ്ര ശുദ്ധീകരണം നടത്താനെങ്കിൽ ഈ അട്ടിമറി ശ്രമം കയ്യിൽ വന്നപ്പോൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവരം വന്നപ്പോൾ എന്നാ ശുദ്ധീകരിച്ച് കളയാന്ന് വിചാരിച്ചോ? എന്നിട്ട് ശുദ്ധീകരിച്ചോ? മാധു നിക്ക് മാധു, രാഹുൽ ഗാന്ധി ഒരു ആരോപണമല്ല ഉന്നയിച്ചിട്ടുള്ളത്. തുടക്കം മുതൽ ഇന്നേക്ക് വരെയും രാഹുൽ ഗാന്ധി പല ആരോപണങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. അതിൽ വോട്ട് ഇരട്ടിക്കലുണ്ട്, അതിൽ ഫോട്ടോ മാറിപ്പോയി എന്നുള്ള പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതിൽ വോട്ടർ ലിസ്റ്റിനെ കുറിച്ചുള്ള നിരവധിയായിട്ടുള്ള ആരോപണം ഉന്നയിച്ച് ഇന്നിപ്പോൾ പുതിയ ആരോപണങ്ങളായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഈ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ള ധാരാളമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾക്ക് ഒരു പ്രതിവിധിയായിട്ടാണ് ഇവിടെ SIR അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയൊന്നും പറഞ്ഞാലേ. അല്ല, SIR-മായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിക്കപ്പെട്ടത് എപ്പോഴാണ്? രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം നടന്നത് എപ്പോഴാണ്? കണ്ണിൽ പൊടിയിട്ടാളേ. നാട്ടിലുള്ള ആളുകൾക്ക് ഒന്നും മിനിമം വിവരമില്ല. നിങ്ങൾക്ക് വാട്സാപ്പിൽ കിട്ടുന്ന വിവരം ഡേറ്റ് മാത്രമാണ് കൃത്യമെന്ന് ആത്മവിശ്വാസം ഒന്നും പ്രകടിപ്പിക്കാൻ കഴിയില്ല ശ്യാമേ. അതൊക്കെ മണ്ടത്തരമായി പോകും. എന്റെ മാത് വെറുതെ കിടന്നിട്ട് ബഹളം വെച്ചിട്ട് കാര്യമില്ല. കോൺഗ്രസിന്റെ വക്താവ് ഒരു അടിസ്ഥാനപരമായ വിവരവും ഈ കാര്യത്തിലുള്ള പറയുന്നത് മുഴുവൻ കേട്ടോണ്ടിരിക്കാന്ന് പറഞ്ഞാൽ അത് ക്ഷമയ്ക്കപ്പുറത്തുള്ള കാര്യമാണ്. ശ്യാമിനോട് ക്ഷമിക്കൂ. ഇടവേള.